ഹലോ എവ്രി വൺ, വെൽക്കം ടു കാർസ് ആൻഡ് ഡ്രൈവ്സ്. അപ്പോൾ എൻ്റെ ചാനലിൽ ഈ ടെക്നിക്കൽ ടേംസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ വ്യൂവേഴ്സിന് കുറച്ച് ഇഷ്ടമാണെന്ന് എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സീരീസ് പോലെ കോമൺ ആയിട്ടുള്ള കുറച്ച് ടേംസ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് അല്ലെങ്കിൽ ഫസ്റ്റ് വീഡിയോ ആണിത്. ഞാൻ കുറച്ച് ടേംസ് വളരെ പെട്ടെന്ന് ഷോർട്ടായിട്ട്, കാരണം എൻ്റെ വീഡിയോസിന് ഇൻട്രൊഡക്ഷനൊക്കെ ലെങ്ത് കൂടുതലാണെന്നൊരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നേരെ ടേംസിലേക്ക് പോവുകയാണ്. ഞാൻ വളരെ ബ്രീഫായിട്ട് ഓരോ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യും. അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 60-40 സ്പ്ലിറ്റ് സീറ്റാണ്. അപ്പോൾ ഈ 60-40 സ്പ്ലിറ്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്തത് എല്ലാവർക്കും യൂഷ്വലി ക്ലിയർ ആയിട്ടുള്ള ഒരു സംഭവം ആയിരിക്കുമെന്നായിരുന്നു എൻ്റെ എക്സ്പെക്ടേഷൻ. പക്ഷേ ഞാൻ കുറച്ച് പേരോട് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു 60-40 സ്പ്ലിറ്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ സീറ്റ് മടക്കിയിടാം എന്നല്ലേ ഉള്ളൂ, അതിന് വേറെ എന്തെങ്കിലും മീനിങ് ഉണ്ടോന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഫുള്ളി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല പലർക്കും. അപ്പോൾ ഞാൻ അതിനൊരു വളരെ പെട്ടെന്ന് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ യൂഷ്വലി സാധാരണ നാട്ടിലുള്ള ഹാച്ച് ബാക്ക് കാറുകൾ അല്ലെങ്കിൽ SUV-കൾ, ചില സെഡാനൊക്കെ ഈ 60-40 സ്പ്ലിറ്റ് സീറ്റ് നിന്ന് ബ്രോഷറിലും അല്ലെങ്കിൽ അതിൻ്റെ അഡ്വർടൈസ്മെന്റ്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലത്തെ ഫുൾ സീറ്റ് എന്ന് പറഞ്ഞാൽ 100%. അപ്പോൾ 100% സീറ്റാണ് ബാക്കിലത്തെ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലെയും രണ്ട് സൈഡിലെയും സീറ്റ് 40% ഏരിയ ഏകദേശം ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 40-40 നടുക്കുള്ള സീറ്റ് ചെറുതാണ്, അതൊരു 20%. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 40-20-40. അപ്പോൾ 60-40 സ്പ്ലിറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ ആ കാറിൻ്റെ ബാക്ക് സീറ്റിന്റെ 60%-ഓ 40%-ഓ നമുക്ക് മടക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ കാറിന്റെ ഈ സീറ്റ് തന്നെ മടക്കി ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കാർ ബേസിക്കലി 60-40 സ്പ്ലിറ്റ് കാറല്ല, എൻ്റെ 40-20-40 സ്പ്ലിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഞാൻ 60-40 എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എൻ്റെ കാർ വെച്ച് തന്നെ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഇതാണ് 100% സീറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു സെക്ഷൻ 40%, ഇതൊരു 20%, ആ പോകുന്ന അത്തരം സെക്ഷൻ അടുത്ത 40%. അപ്പോൾ എൻ്റെ കാറിൽ ഇപ്പോൾ 40-20 എന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് വേണമെങ്കിൽ ഈ ഒരു 40% മാത്രം മടക്കാം, അതിനുശേഷം ഈ ഒരു 20% വേണമെങ്കിൽ ഇങ്ങനെ മടക്കാം, അതിനുശേഷം അപ്പുറത്തെ 40% എനിക്ക് മടക്കാൻ പറ്റും. അതേസമയം 60-40 കാറാണെന്നുണ്ടെങ്കിൽ ഈ സെക്ഷനും ഈ സെക്ഷനും കൂടെ ഒരുമിച്ച് ഇങ്ങനെയായിരിക്കും മടങ്ങുക. അപ്പോൾ ഇങ്ങനെ മടങ്ങും, അതിനുശേഷം അവിടെ ഒരു സീറ്റ് മാത്രമാണ് ബാക്കിയുള്ളൂ, ഒരു 40% മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ 40 ബാക്കിയുണ്ട്, 20% മടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ 20% സ്പ്ലിറ്റിലാണ് വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകൾക്കാണ് 60-40 എന്നൊക്കെ പറയുന്നത്. എൻ്റെ കാർ ഒരു ബാഡ് എക്സാമ്പിളാണ്, 40-20-40 ആണ്. എന്നാലും യൂഷ്വലി വരുന്ന എല്ലാ കാറുകളും തന്നെ 40-60 സ്പ്ലിറ്റാണ്, അല്ലെങ്കിൽ 60-40 സ്പ്ലിറ്റാണ്. ഇതാണ് ഈ 60-40 സ്പ്ലിറ്റ് സീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ലിംബ് ഹോം മോഡാണ്, അല്ലെങ്കിൽ ലിംബ് മോഡ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ECU വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് ഇവിടെ ലിങ്ക് ചെയ്യാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ലിംബ് ഹോം മോഡ് എന്ന് പറഞ്ഞാൽ കാറിൻ്റെ കമ്പ്യൂട്ടർ കാറിന് തന്നെ ഭയങ്കര വലിയ ഡാമേജ്, എഞ്ചിനോ ഗിയർ ബോക്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോമ്പണൻസിനൊന്നും വരാതെ കാറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കാർ തന്നെ അല്ലെങ്കിൽ കാറിൻ്റെ കമ്പ്യൂട്ടർ തന്നെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു മോഡാണ് ലിംബ് ഹോം മോഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് കാറിന് ഒരുപാട് ഡയഗ്നോസ്റ്റിക്സ്, ഞാനിപ്പോൾ ആക്ച്വലി ഡയഗ്നോസ്റ്റിക് റിലേറ്റഡ് ടോപ്പിക്കുകൾ ഒത്തിരി വർക്ക് ചെയ്യുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ കാറിൻ്റെ ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കാറിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു സെക്ഷൻ ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എമിഷൻ റെലവൻസ് സാധനമാണെന്നുണ്ടെങ്കിൽ ചിലത് മിനിമം ഒരു തവണയെങ്കിലും ഡ്രൈവിംഗ് സൈക്കിളിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ള റിക്വയർമെൻ്റ് ഉണ്ട്. ചിലതാണെങ്കിൽ എല്ലാ 100 മില്ലിസെക്കൻഡിലും ചെക്ക് ചെയ്യണം, ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് ലീഗൽ റിക്വയർമെൻറ്റ്സും സേഫ്റ്റി റിക്വയർമെൻറ്റ്സും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എത്ര നേരം ഡയഗ്നോസ് ചെയ്യണം, എത്ര തവണ ഡയഗ്നോസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഡയഗ്നോസ് ചെയ്തിട്ട് വണ്ടിക്ക് ഒരു സിവിയർ ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വണ്ടിയുടെ പവർ, സ്പീഡ് മുതലായ കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്ത് വളരെ ബെയർ മിനിമത്തിലേക്ക് സെറ്റ് ചെയ്യും ECU, എഞ്ചിൻ ECU ഇൻ ദിസ് കേസ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ECUവിന് കമാൻഡ് ചെയ്യാം, ഒരു മാസ്റ്റർ ECUവിനോട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി കമാൻഡ് ചെയ്യാം. അത് ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ലിംബ് ഹോം മോഡ് വരുമ്പോഴത്തേക്കും നമ്മുടെ മാക്സിമം സ്പീഡ്, പവർ ഒക്കെ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് എന്തിനാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്, എന്നാൽ ആ കംപ്ലൈൻറ്റും കൊണ്ട് നമുക്ക് ഈ ടോ ട്രക്കിനെ വിളിക്കാതെ വണ്ടി എങ്ങനെയെങ്കിലും പതുക്കെ ഉരുട്ടി ഹസാർഡിലേറ്റൊക്കെ ഇട്ട് ഉരുട്ടി എങ്ങനെയെങ്കിലും അടുത്ത വർക്ക്ഷോപ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ലിംബ് ഹോം മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ലിംബ് ഹോം മോഡ് അതിൻ്റെ പിന്നിൽ ഒരുപാട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കാർ മാനുഫാക്ചേഴ്സ്. കാരണം ഏതൊക്കെ എററാണ് ലിംബ് ഹോമിൽ പോകാൻ പറ്റുന്നത്, ഏതൊക്കെ എററാണ് ലിംബ് ഹോം കൊടുത്താലും കോമ്പണന്റ് ഡാമേജ്, അതായത് നമ്മൾ ഉരുട്ടിക്കൊണ്ട് പോയാൽ തന്നെ ഫുൾ ഡാമേജ് ആവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലിംബ് ഹോം മോഡ് സമ്മതിക്കില്ല, വണ്ടി ഫുൾ ഓഫ് ആയിരിക്കും. പിന്നെ നമ്മൾ ടോ ട്രക്കൊക്കെ വിളിച്ച് അല്ലെങ്കിൽ ഫ്ലാറ്റ് ബെഡ് വിളിച്ച് അതിൻ്റെ അകത്ത് കയറ്റിക്കൊണ്ട് വേണം വണ്ടീനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ
പതുക്കെ പോയാൽ പ്രശ്നമില്ലാത്തൊരു എററാണ്. എന്നാൽ ഒരുപാട് സ്പീഡിലോ ഒരുപാട് പവറൊക്കെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം വരും എന്ന് തോന്നുന്ന സെനാരിയോ ആണെന്നുണ്ടെങ്കിൽ ലിംഹോം മോഡ് ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എത്രത്തോളം ആക്സിലേറ്റർ പ്രസ് ചെയ്താലും ഈസി ഒരു അപ്പർ ലിമിറ്റ് സെറ്റ് ചെയ്യും. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്പീഡോ പവറോ ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഉരുട്ടി എങ്ങനെയെങ്കിലും വർക്ക്ഷോപ്പ് വരെ എത്തിക്കുക എന്നുള്ളതാണ് ലിംഹോം മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ലിംഹോം മോഡ് പോയി കഴിഞ്ഞാൽ ശരിയാണ്, എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ലിംഹോം മോഡ് അല്ല പ്രശ്നം. ലിംഹോം മോഡ് ഒരു സേവിയർ ആണ് ഈ കേസിൽ. ആ എറർ എന്തായാലും ഇവിടെ ഉണ്ട്. ആ എറർ ഉണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് വർക്ക്ഷോപ്പ് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു മോഡാണ് ലിംഹോം മോഡ്. അപ്പോൾ അതും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ സെൻസറാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്ക്. അതിനുശേഷം ഈ വീഡിയോയ്ക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ റിസീവ് ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് ഞാനിത് സീരീസ് കണ്ടിന്യൂ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സെൻസർ എന്ന് പറയുന്ന ടോപ്പിക് ഇപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരോ അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരോ ഒക്കെ ആയിട്ടുള്ളവർക്ക് തോന്നിയിട്ടുണ്ടാവും സെൻസർ ഇപ്പോൾ എന്താണ് ഇത്ര വലിയ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണെന്ന്. പക്ഷേ ഇതും ഞാൻ കുറച്ച് പേരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, പല ആൾക്കാരും സെൻസർ എന്ന് പറയുന്നത് ECU എന്ന് പറയുന്ന ടേമായിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കൺട്രോൾ കാറിനെ മൊത്തത്തിൽ സെൻസർ കാർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഈയിടെ ആൾക്കാർ പറഞ്ഞു, ആ പുതിയ കാർ സെൻസർ കാറല്ലേ, അതിന് കംപ്ലൈൻറ്റ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ KSRTCയുടെ പുതിയ ബസ് വരുന്നത് അത് സെൻസറുള്ള ബസ്സാണ്, അപ്പോൾ അത് ഓടിക്കാൻ പാടാണ്. മറ്റേ പഴയ ബസ്സായിരുന്നെങ്കിൽ കുഴപ്പമില്ല, അത് സെൻസറുള്ള ബസ്സാണ് അല്ലെങ്കിൽ സെൻസറുള്ള കാറാണ്, അങ്ങനെ പറഞ്ഞു തരണം. അപ്പോൾ ഈ സെൻസർ എന്ന് പറയുന്നത് ഒരു ജനറലി കമ്പ്യൂട്ടർ എയ്ഡഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനൊക്കെ വരുമ്പോഴാണ് സെൻസർ എന്ന് നാട്ടിൽ വിളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി കുറച്ച് ക്ലാരിറ്റി തരാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സെൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബേസിക്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ഒരു സാധനം, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ചേഞ്ചോ അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെയോ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് സെൻസർ. അപ്പോൾ എന്ത് സാധനം, ടെമ്പറേച്ചർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, ഹ്യൂമിഡിറ്റി ആയിക്കോട്ടെ, ഹാർട്ട് ബീറ്റ് ആയിക്കോട്ടെ, എന്ത് സാധനം മെഷർ ചെയ്താലും അതൊക്കെ സെൻസറാണ്. അപ്പോൾ നമുക്ക് സെൻസറിന് കംപ്ലൈൻ്റ് ആയി എന്നൊരു വണ്ടിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ കണ്ടു പറയുകയാണ് വണ്ടിയുടെ സെൻസർ കംപ്ലൈൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സെൻസറും എന്ത് കംപ്ലൈൻറ്റ്. അപ്പോൾ ആ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ശരിക്കും പ്രശ്നം എന്ന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് സെൻസർ കംപ്ലൈൻ്റ് ആയി എന്ന് മാത്രം ഒരാൾ പറഞ്ഞതുകൊണ്ട് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് സെൻസർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സെൻസ് ചെയ്യാനുള്ള സാധനമാണ്. ഇത് എന്തിനാണ് ഒരു വണ്ടിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ECU ആണ് ഒരു വണ്ടീനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ. ഇത് ഞാൻ എഞ്ചിൻ ECU മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, എയർ ബാഗ് ECU ആയിക്കോട്ടെ, ABS-നുള്ള ECU ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റത്തിനുള്ള ECU ആയിക്കോട്ടെ, ഏത് ECU ആണെങ്കിലും ഇതിനൊക്കെ വണ്ടിയുടെ ചുറ്റും അല്ലെങ്കിൽ വണ്ടിക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ കണ്ണും ചെവിയും എല്ലാവിധ സാധനങ്ങളും വെച്ച് ഓരോ ഇൻപുട്ട് സെൻസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ഡിസിഷൻ എടുക്കുന്നത് വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. ഇതുപോലെ തന്നെ ECUവിന് അറിയേണ്ട ആവശ്യമുണ്ട് എന്താണ്, അതിന് റെലവൻ്റ് ആയിട്ടുള്ള ഇൻപുട്സ് കിട്ടിയാൽ അതിനൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പാരാമീറ്റേഴ്സ് കണ്ടിന്യൂസ്ലി സെൻസറിൽ നിന്ന് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ECU. ഇപ്പം എന്താണ് ടെമ്പറേച്ചർ, ഇപ്പം എന്താണ് പ്രഷർ, ഇപ്പം എന്തൊരു എയർ ഉണ്ട്, ഇപ്പം എന്തൊരു ഫ്യൂൽ ഉണ്ട്, ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂസ്ലി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ECU. അതിനെല്ലാം വേണ്ടിയിട്ടുള്ള സാധനമാണ് സെൻസർ. പല ടൈപ്പ് സെൻസർ ഉണ്ട്. നമുക്ക് കാർ അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് ഫീൽഡിൽ യൂഷ്വലി യൂസ് ചെയ്യുന്ന കുറച്ച് സെൻസറുകളെ പറ്റി ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യത്തെ സെൻസർ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ സെൻസറാണ്. ഞാനപ്പോൾ അതിൻ്റെ ECU വീഡിയോയിൽ വീണ്ടും ഞാൻ പറയുന്നു, ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ ECU വീഡിയോയിൽ ഞാൻ ഈ ഓക്സിജൻ സെൻസറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്സിജൻ സെൻസർ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കാറിൻ്റെ എഞ്ചിൻ്റെ എക്സോസ്റ്റ് പുക പോകുന്ന പാത്തിലുള്ള ഒരു സെൻസറാണ്. അത് 1-2 കാറ്റലിറ്റിക് കൺവെർട്ടറിന് മുമ്പും പുറകിലൊക്കെ വെച്ചിട്ട് അങ്ങനെ 1-2 എണ്ണം ഉണ്ടാവും. പക്ഷേ ബേസിക്കലി ഓക്സിജൻ സെൻസർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പോകുന്ന എക്സോസ്റ്റ് ഗ്യാസിൽ എത്രത്തോളം ഓക്സിജൻ ഉണ്ട് എന്ന് മെഷർ ചെയ്തിട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഓക്സിജനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനർത്ഥം എയർ കൂടുതലായിരുന്നു, ഫ്യൂൽ കുറവായിരുന്നു. അപ്പോൾ അടുത്ത കമ്പഷൻ സൈക്കിൾ വരുമ്പോഴത്തേക്കും ഫ്യൂൽ കുറയ്ക്കുകയോ എയർ കൂട്ടുകയോ അങ്ങനെ എന്തെങ്കിലും, നേരെ തിരിച്ച് എന്തെങ്കിലും ചെയ്യും. ഇനിയിപ്പോൾ എയർ കുറവാണ് എന്ന് തോന്നി, ഹൈഡ്രോ കാർബൺസ് ഒക്കെയാണ് കൂടുതൽ എന്ന് തോന്നിക്കഴിഞ്ഞാൽ എയറിൻ്റെ അളവ് കൂട്ടുക അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ അളവ് കുറയ്ക്കുകയൊക്കെ ചെയ്യും. കാരണം ഇതെപ്പോഴും വർക്ക് ചെയ്യണം, കമ്പഷൻ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പെട്രോൾ, ഡീസലിനുണ്ട് റേഷ്യോ, പക്ഷേ പെട്രോളിന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഒരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ ഈ കാണുന്നതാണ് റേഷ്യോ. അപ്പോൾ ഈ റേഷ്യോയിൽ എയറും ഫ്യൂവലും വന്നാൽ മാത്രമേ ഏറ്റവും എഫിഷ്യൻറ്റ് കമ്പഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു ക്ലോസ്ഡ് ലൂപ്പ് എന്നാണ് അതിന് വിളിക്കുക. അപ്പോൾ ഓരോ തവണയും കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ λ1 എന്നാണ് അതിന് പറയുന്നത്. ഇപ്പോൾ λ1 റേഷ്യോയിലാണോ, ഇപ്പോൾ λ1നേക്കാൾ കൂടുതലാണോ കുറവാണോ, അതിങ്ങനെ കണ്ടിന്യൂസ്ലി മെഷർ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു സെൻസറാണ് ഓക്സിജൻ സെൻസർ എന്ന് പറഞ്ഞാൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെൻസറാണ്. ഓക്സിജൻ സെൻസർ പോയി കഴിഞ്ഞാൽ എമിഷൻ കൂടും, വണ്ടി ചെക്ക് എഞ്ചിൻ ലൈറ്റ് തെളിയും. നമുക്ക് സ്റ്റിൽ വണ്ടി പക്ഷേ ഓടിക്കാൻ പറ്റുന്നതാണ്, അത് ഓരോ മാനുഫാക്ചറിനനുസരിച്ചിരിക്കും. പക്ഷേ യൂഷ്വലി വണ്ടി ഓടിക്കാൻ വലിയ പ്രശ്നം ഉണ്ടാവേണ്ടതല്ല, ലിംഹോ മോഡിലേക്കൊക്കെ ചിലപ്പോൾ പോയേക്കാം. അപ്പോൾ അങ്ങനെ എഞ്ചിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ് ലാംഡ സെൻസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഓക്സിജൻ സെൻസർ ഇല്ലാതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് വീക്ക് ആയി കഴിഞ്ഞാൽ ഫുള്ളി സ്റ്റാർട്ട് ചെയ്യാൻ പോലും സമ്മതിക്കാത്ത ഒരു അവസ്ഥയില്ല. ചെക്ക് എഞ്ചിൻ ലൈറ്റ് തെളിയും, കാരണം എമിഷനെ അഫക്ട് ചെയ്യുന്നതുകൊണ്ട് ചെക്ക് എഞ്ചിൻ ലൈറ്റ് തെളിയും, നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അത് കറക്റ്റ് ചെയ്യാൻ പറ്റും.
അടുത്ത സെൻസർ ക്രാങ്ക് ഷാഫ്റ്റ് സെൻസർ അല്ലെങ്കിൽ എഞ്ചിൻ സ്പീഡ് സെൻസർ എന്നൊക്കെ പറയാൻ പറ്റും. അത് ബേസിക്കലി എഞ്ചിന്റെ ക്രാങ്ക് ഷാഫ്റ്റ് എത്രത്തോളം സ്പീഡിലാണ് കറങ്ങുന്നത് എന്ന് മെഷർ ചെയ്യുന്ന RPM സെൻസറാണ്. അപ്പോൾ RPM സെൻസർ നമുക്ക് നമ്മുടെ ഇവിടുത്തെ സ്പീഡോമീറ്റർ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ എഞ്ചിന്റെ RPM എത്രയാണെന്ന് കാണിക്കുന്നുണ്ട്. അതിന് ഒബ്വിയസ്ലി ആ സിഗ്നൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ RPM എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പാരാമീറ്ററാണ് ECUവിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഓരോ മൊമെന്റിലും ഇപ്പോഴത്തെ RPM എത്രയാണ്, ഇപ്പോഴത്തെ ലോഡ്, അത് എയറിന് വെച്ചിട്ടുള്ള സംഭവമാണ്, ഇപ്പോഴത്തെ ലോഡ് എത്രയാണ്. അപ്പോൾ RPM വേഴ്സസ് ലോഡാണ് മെയിനായിട്ട് ഒരു ECU എടുക്കുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ RPMനും ഇപ്പോഴത്തെ ലോഡിനും വേണ്ട ഫ്യൂൽ എത്രയാണ്, ഇഞ്ചക്ഷൻ ഇഗ്നീഷൻ ടൈമിംഗ് എത്രയാണ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ RPM വെച്ചിട്ടാണ് ECU കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു സെൻസറാണ് സീറ്റ് ഒക്യുപ്പൻസി സെൻസർ. അപ്പോൾ ഇതൊരു ബേസിക് സെൻസറാണ്, എഞ്ചിൻ ECUവിനൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ സീറ്റ് ഒക്യുപ്പൻസി സെൻസർ വെച്ചിട്ടാണ് ബോഡി കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ ബോഡി കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ECUവിന് മനസ്സിലാവുന്ന സീറ്റിൽ ആളിരിപ്പുണ്ടോ ഇല്ലയോ. ഇത് ബേസിക്കലി ഒരു വെയിറ്റ് സെൻസറാണ്. ഏതൊക്കെ സീറ്റിൽ ആളിരിപ്പുണ്ട് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് മറ്റേ സീറ്റ് ബെൽറ്റ് വാർണിംഗ് ഒക്കെ തരാനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറെ ചില കാറുകളിൽ വെയിറ്റും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ടെസ്ലയുടെ ഞാൻ കേട്ടിട്ടുണ്ട്, എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ ആളിരിക്കുന്ന പൊസിഷനൊക്കെ നോക്കിയിട്ട് എയർ ബാഗ് ഡിപ്ലോയ്മെന്റിന്റെ ഡയറക്ഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇങ്ങനെ ഇലോൺ മസ്കിന്റെ ഒരു തള്ളു കേട്ടു. പക്ഷെ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊരു ബേസിക് സെൻസറാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റെയിൻ സെൻസറും ലൈറ്റ് സെൻസറും. റെയിൻ സെൻസർ ഈ ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് ഉള്ള കാറിന് മഴ വരുമ്പോൾ മഴയുണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യാനും മഴയുടെ ഇന്റൻസിറ്റി ഡിറ്റക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വൈപ്പർ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഏരിയ തന്നെ ആയിരിക്കും അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാരണം വൈപ്പ് ചെയ്താൽ മഴ പോയി എന്നറിഞ്ഞ് അതിനനുസരിച്ച് സ്പീഡ് കുറയ്ക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ വൈപ്പറിന്റെ അടിയിലായിട്ട് വൈപ്പ് ചെയ്യുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും, അതായത് യൂഷ്വലി ഈ മിററിന്റെ ബാക്കിലായിട്ടാണ് റെയിൻ സെൻസർ കീപ്പ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ലൈറ്റ് സെൻസർ ഉണ്ട്. രാത്രിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹെഡ് ലൈറ്റ് ഓൺ ആവുന്ന ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ലൈറ്റ് സെൻസർ വെച്ചിട്ടാണ് അത് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ആർമി ഓഫ് സെൻസേഴ്സ് എല്ലാ കാറിലും ഉണ്ട്. ഒരു 50 മുകളിൽ ഒരു സാധാ കാറാണെങ്കിൽ പോലും 50 കൂടുതൽ സെൻസേഴ്സ് ആ കാറിൻ്റെ അകത്തുണ്ടാവും. ഈ സെൻസേഴ്സ് ഇല്ലാതെ കാറിൻ്റെ അകത്തുള്ള കമ്പ്യൂട്ടേഴ്സിന് ഒന്നും മനസ്സിലാവില്ല എന്താണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെൻസറുകൾ. എന്നാൽ സെൻസർ ഫെയിലായി ചില കേസസിൽ സെൻസർ ഫെയിലായിട്ട്, ഇപ്പോൾ ABS സെൻസറൊക്കെ ഫെയിലായിട്ട് ആൾക്കാർ ഭയങ്കര ദേഷ്യമൊക്കെ പറയാറുണ്ട്. സെൻസർ ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അത് എല്ലാ സെൻസറും പ്രശ്നമല്ല. കാരണം ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസറോ നോക്സ് സെൻസറോ ഈ സാധനങ്ങളൊക്കെ ഫെയിലാവുന്നത് നമ്മളങ്ങനെ കേൾക്കാറേ ഇല്ല. ABS സെൻസറൊക്കെ ഫെയിലാവുന്നത് ആ സപ്ലയർ, ഇപ്പോൾ ഫോക്സ് വാഗണിൻ്റെ ABS സെൻസറാണെങ്കിൽ അത് ഫോക്സ് വാഗൺ ഉണ്ടാക്കുന്നതായിരിക്കില്ല, അത് ഏതെങ്കിലും ഒരു സപ്ലയർ കൊടുക്കുന്നതായിരിക്കും. അത് ഇന്ത്യയിലൊക്കെയാണ് ഇത്രയും ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സപ്ലയർ ക്വാളിറ്റി ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ അവിടുത്തെ മഴയും ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സെൻസർ ആവാം. അത് വേറെ ഏതെങ്കിലും നാട്ടിൽ വേണ്ടി ഡിസൈൻ ചെയ്ത് നാട്ടിൽ കൊണ്ടുവന്നതുകൊണ്ടുള്ള പ്രശ്നമാവാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യം. പക്ഷേ സെൻസേഴ്സ് അല്ല വില്ലന്മാർ. സെൻസേഴ്സ് ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാൻ, വണ്ടി ഓടിക്കാനേ പറ്റില്ല മോഡേൺ വണ്ടികൾ. സെൻസർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് പുതിയ കാറുകൾ എഫിഷ്യൻ്റ് ആയിട്ടും എമിഷൻ കുറഞ്ഞും മൈലേജ് കൂടിയും പവർ കൂടിയും ഒക്കെ ഓടിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് മോഡേൺ കാർസ് ആർ മച്ച് ബെറ്റർ. പണ്ടെല്ലാം നല്ലതായിരുന്നു എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനോട് എനിക്ക് യൂഷ്വലി യോജിപ്പില്ല. ഇപ്പോഴാണ് എല്ലാം നല്ലത്, ഇനി ഫ്യൂച്ചറിൽ കൂടുതൽ നല്ലതായിരിക്കും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ ഈ സെൻസേഴ്സ് വില്ലന്മാരല്ല, സെൻസർ ഉള്ളതുകൊണ്ടാണ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നത്. സെൻസർ ഫെയിൽ ആയി കഴിഞ്ഞാൽ അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ട്, പക്ഷേ അത് സെൻസർ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ ആയിട്ടുള്ളത്. അപ്പോൾ സെൻസറിനെ പറ്റി നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ ചെറിയ ടോപ്പിക്സ് ആയിട്ട് ഞാൻ വീണ്ടും വീഡിയോസ് ചെയ്യാൻ എന്ന് പ്ലാൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്താണ്, അപ്പോൾ ആ സംഭവം പലർക്കും അറിയില്ലായിരിക്കും. അറിയാവുന്നവരുണ്ട്. ഈ വീഡിയോസ് എല്ലാം അങ്ങനെ ഭയങ്കര പ്രൊഫഷണലായിട്ട് ഈ വണ്ടികളെ ഡീൽ ചെയ്യുന്നവരോ എഞ്ചിനീയറിംഗ് ആൾക്കാരൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, സാധാരണ ആൾക്കാർ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോയത്. ഇപ്പോൾ ആൾക്കാരൊക്കെ വീഡിയോസ് 1.5x സ്പീഡിലൊക്കെ ഇട്ട് പെട്ടെന്നാണ് കണ്ട് തീർക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി സ്പീഡിൽ പറഞ്ഞാലും ആർക്കും പ്രശ്നമാവില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞത്. പെട്ടെന്ന് ടോപ്പിക്കും തീർക്കാം, വീഡിയോയും തീർക്കാം, നിങ്ങളെ ബോറടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻസിൽ എന്നെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ ഞാനത് ഫീഡ്ബാക്ക് ആയിട്ട് എടുത്ത് ഫ്യൂച്ചർ വീഡിയോസ് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. എന്തൊക്കെയാണെങ്കിലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിങ്, അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരുടെ ഒപ്പീനിയനൊക്കെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷം. എന്തായാലും വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.